ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി ജില്ലാ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയന്റെ മേഖലാവാഹന പ്രചരണ ജാഥയ്ക്ക് കട്ടപ്പനയിൽ തുടക്കമായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി MC ബിജു ക്യാപ്റ്റനായ ജാഥ CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില വർധന പിൻവലിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം നൽകുക, തൊഴിലാളി ദ്രോഹ ലേബർ കോഡ് ഉപേക്ഷിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI അനുവദിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ. യൂണിയൻ ജില്ലാ സെക്രട്ടറി MC ബിജു ക്യാപ്റ്റനായ ജാഥയിൽ വൈസ് പ്രസിഡന്റ് TV ശശി വൈസ് ക്യാപ്റ്റനും ട്രഷറർ M ലക്ഷ്മണൻ മാനേജറുമാണ്. ESI നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും, എല്ലാ മേഖലയ്ക്കും, എല്ലാ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് എല്ലാം സബ്സിഡികളും ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഈ ഭാഗം തൊഴിലാളികൾക്ക് ഒരു ആനുകൂല്യവുമില്ല. അവർ ഒരു വാഹനം തെരുവിലിറക്കി ഓടിക്കണമെങ്കിൽ ആ വാഹനത്തിന്റെ എല്ലാ പേപ്പറുകളും കറക്റ്റ് ആയിരിക്കണം. ഒരു വർഷത്തേന് ഇൻഷുറൻസ് അടച്ച്, ടാക്സ് അടച്ച്, വണ്ടി ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ഒരു ഓട്ടോറിക്ഷ, ഒരു ടാക്സി വാഹനം തെരുവിലിറക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് മാത്രമല്ല, ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുത്ത് അതും പക്കയാണെങ്കിൽ മാത്രമേ ഒരു വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറിന്റെ യോഗ്യതയുള്ളൂ. ഇതെല്ലാം മുൻകൂർ പണമടച്ച് ഒരു വർഷത്തേന് കരുതലോടുകൂടി പണം നേരത്തെ ഖജനാവിൽ അടച്ചിട്ടാണ് ഒരു തൊഴിലാളി എന്ന നിലയ്ക്ക് ഒരു ഓട്ടോറിക്ഷയുമായി, ഒരു ജീപ്പുമായി, ഒരു കാറുമായി ടാക്സി രംഗം തന്റെ കുടുംബത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ആ കുടുംബ ചിന്താഗതിയോടുകൂടി ഒരു ഓട്ടോറിക്ഷക്കാരൻ ഇറങ്ങുന്നത്. അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ല. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്, ഓട്ടോ ടാക്സി രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് സബ്സിഡി ഇനത്തിൽ അവർക്ക് ഡീസലും പെട്രോളും നൽകണം. ഇത് ന്യായമായ ഒരു ആവശ്യമാണ്. രാവിലെ 8-ന് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥ തങ്കമണി, ഇടുക്കി, അടിമാലി, ആനച്ചാൽ, മൂന്നാർ, രാജകുമാരി, ശാന്തൻപാറ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ട് 5:30-ന് നെടുങ്കണ്ടത്ത് സമാപിക്കും. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി TM ജോൺ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നേതാക്കളായ ബേബിലാൽ, PK ബഷീർ, ഫൈസൽ ജാഫർ, KU ബിനു, TM സുരേഷ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KR സോദരൻ നയിക്കുന്ന കുമിളി മേഖലാ ജാഥയിൽ KK കബീർ വൈസ് ക്യാപ്റ്റനും R രവികുമാർ മാനേജറുമാണ്. രാവിലെ 8-ന് ചേറ്റുകുഴിയിൽ CITU ജില്ലാ പ്രസിഡന്റ് R തിലകൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.